എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരു മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലേന്ദ്രനെ അലീനയെ കാണാൻ വേണ്ടി ശിവശങ്കരൻ രാവിലെ തന്നെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട രാവിലെ വന്നതെന്ന് ചോദിക്കും. ഹരിയുടെ കാര്യം സംസാരിക്കാനാണ്. കാരണം ഹരിയുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും ജാമ്യത്തിലിറങ്ങി. ഹരിക്ക് ജാമ്യം നിഷേധിച്ചേക്കുന്നതിൻ്റെ മെയിൻ കാര്യം അവനെതിരെ പോക്സോ കേസും കൂടിയുണ്ട്. മുൻപ് ഒരു തവണ പോലും ആ കുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുൻപ് ഒരു തവണ പോലും ഹരി അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് ആ പെൺകുട്ടി തന്നെ പറയണം. പറഞ്ഞെങ്കിൽ അവൻ്റെ പേരിലുള്ള പോക്സോ കേസ് ഒഴിവാക്കിയിട്ടെങ്കിൽ മാത്രമേ അവന് ജാമ്യത്തിലിറങ്ങാൻ പറ്റത്തുള്ളൂ. ബാലേന്ദ്രൻ ഈ കാര്യം അലീനയോട് സംസാരിക്കണം. അലീന മുഖേന ശരണ്യോട് ഈ കാര്യമൊന്ന് പറയുന്ന കാര്യവും ബാലേന്ദ്രനോട് സൂചിപ്പിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയും, ഞാൻ പറയത്തില്ല, ശിവേട്ടൻ തന്നെ നേരിട്ട് അവളോട് സംസാരിക്കാൻ പറയും. അങ്ങനെ അലീനയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അലീനയും പറയും, അങ്കിളെ, ഈ ഒരു വിഷയത്തിൽ എനിക്ക് അങ്കിളിനോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. രോഹിത് ഈ കേസിൽ നിന്ന് ഇറങ്ങാൻ മെയിൻ കാര്യം രോഹിത് അവളെ ഒരു തരത്തിൽ പോലും ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രോഹിത് പുറത്തിറങ്ങിയത്. പക്ഷേ ഹരി അങ്ങനെയല്ല. ആ കുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ പലതവണയും ആ കുട്ടിയെ സെക്ഷൽ അബ്യൂസിന് വേണ്ടി ഹരി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അവൾ അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം വഴുതി മാറിയതാണ്. അവളിൽ നിന്ന് ബോധപൂർവ്വം ഒരു രീതിയിലും അവളെ തെറ്റായ ഒരു രീതിയിലൂടെ നടത്തിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൻ കുടിക്കുന്ന വെള്ളത്തിൽ മയക്കും പൊടി കലർത്തി അവൻ്റെ കൂട്ടുകാർ കൂടി അവളെ പങ്കിട്ട് കൊടുത്തത്. അവൻ്റെ മനസ്സിൽ എത്രത്തോളം ദുഷ്ടതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് പറയും. ഞാൻ ഹരിക്ക് വേണ്ടി എൻ്റെ ഒരു ചെറു വിരൽ പോലും അനക്കത്തില്ലെന്ന് പറയും. അങ്കിളിന് എന്നോട് ഒരു ദേഷ്യവും തോന്നുന്നില്ല. അവൻ എന്നോട് കാണിച്ച എന്താണെന്ന് അങ്കിളിന് അറിയാമല്ലോ. എല്ലാം എനിക്കറിയാം മോളെ. പക്ഷെ അവനെൻ്റെ മകനായി പോലും. അതേ അങ്കിളെ, അതുകൊണ്ടാണ് ഞാൻ ഇന്നും പറയാത്തത്. എനിക്ക് കഴിയത്തില്ല അങ്കിളെ. അങ്കിളിന് ഞാനൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തരുന്നുണ്ട്. ഹരിയുടെ പേരും പറഞ്ഞ് അത് ഇല്ലാതാക്കലെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഒരു കാരണവശാലും ഹരിക്ക് വേണ്ടി എനിക്കൊന്നും, അതുപോലെ ശരണ്യോട് ഞാൻ ഒരു തരത്തിൽ പോലും അവൾക്ക് വേണ്ടി സംസാരിക്കത്തില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്കിൾ എന്നോട് ക്ഷമിക്കണമെന്ന് അലീന ക്ഷമ ചോദിക്കുന്നുണ്ട്. സാരമില്ല മോളെ, എല്ലാ വഴിയും ഒന്ന് ശ്രമിച്ച് നോക്കണമെന്ന് തന്നെയല്ലേ എൻ്റെ ആഗ്രഹം. എൻ്റെ മകനിലെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയും. പിന്നെ ഞാൻ വൈജി ഒന്ന് കാണണ്ടെന്ന് പറയും. അപ്പം അലീന പറയും, ഇന്നലെ മാഡം എൻ്റെ റൂമിൽ വന്നിരുന്നു. എന്താ കാര്യം? അത് ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് പറയുന്നതെന്ന് പറയും. നീ എന്താ പറഞ്ഞ? ഞാൻ പോയില്ലെന്നുണ്ടെങ്കിൽ മാഡം ഇവിടുന്ന് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയും. ബാലേന്ദ്രൻ ഈ കാര്യം അറിഞ്ഞോ? ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ വേണ്ട കാര്യങ്ങളെല്ലാം ബാലേന്ദ്രൻ എന്നോട് പറഞ്ഞെന്ന് പറയും. ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണട്ടെന്ന് പറയും. അങ്ങനെ വൈജയെ കാണാനായിട്ട് ശിവശങ്കരൻ റൂമിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ശിവശങ്കരൻ ചോദിക്കും, നീ എന്തിനാ വൈജ ഈ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും. റൂം തുറന്നിട്ട് എന്നെ ആര് കാണാൻ വരാനോ? ഒരു പട്ടിക്കുഞ്ഞ് പോലും എന്നെ കാണാൻ വരത്തില്ല. ഭർത്താവും മക്കളും ഉണ്ട്. സ്നേഹമില്ലാത്ത കുറേ ആൾക്കാർ. ഇത്രയും ദിവസം കൊണ്ട് ഞാനിവിടെ കിടക്കും. എന്നെ ഒന്ന് കാണാനോ പരിചരിക്കാനോ ആർക്കും വയ്യ. അലീനയ്ക്ക് സുഖമില്ലാതായപ്പോൾ അവളെ പരിചരിക്കാൻ എത്ര പേരാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എല്ലാവരും അവളെ അങ്ങ് നടന്ന് പരിചരിക്കുമല്ലായിരുന്നു. ഒരു പനി വന്നത്, ഇവിടെ കയ്യും കാലും ഒടിഞ്ഞ് ഒരുത്തി റൂമിൽ കിടക്കുന്നു. ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ലെന്നൊക്കെ പറയും. ഇതിനൊക്കെ ആരാ വൈജയ കാരണക്കാർ? ഞാനായിരിക്കും. എവിടെയോ കിടന്ന ഏതോ ഒരു പിഴച്ചവൾ പ്രസവിച്ച ഇവളോട് എന്തൊരു സ്നേഹം. സ്വന്തം പെറ്റ തള്ളയോടില്ലേ സ്നേഹം എന്നൊക്കെ പറയും. വൈജയ്, നീ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആരെക്കുറിച്ച് ആരോടാ പറയുന്നതെന്നുള്ളൊരു ബോധം വേണമെന്ന് പറയും. പിന്നെ അവളെക്കുറിച്ച് ഞാൻ എന്തോ പറയണം? എൻ്റെ കുടുംബം തകർത്ത ദ്രോഹി എന്നൊക്കെ പറഞ്ഞ് അലീനെ കുറ്റപ്പെടുത്തി തന്നെയാണ് വൈജയ് സംസാരിക്കുന്നത്. ഇതിനെല്ലാം കാരണം നിങ്ങൾ രണ്ടുപേരും, ഗംഗേട്ടനും ശിവേട്ടനും കൂടി ചേർന്നല്ലേ എന്നെ ചതിച്ച് ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് പറയും. നിന്നെ ചതിച്ച് ഞങ്ങൾ മറ്റെവിടെ അല്ലല്ലോ വൈജയെ കൊണ്ടുപോകും. നിൻ്റെ സ്വന്തം വീട്ടിലോട്ടില്ലേ നിൻ്റെ ഭർത്താവും മക്കളും താമസ വീട്. ഒരു ഭർത്താവും മക്കളും. എന്നിട്ട് ആ ഭർത്താവും മക്കളും എന്നെ നോക്കുന്നുണ്ടോ? നീ ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെ വൈജയ തീരുമാനം. നീ എന്തിനാ അലീനോട് ഇവിടെ പോകാൻ പറഞ്ഞതെന്ന് ചോദിക്കും. അതും അറിഞ്ഞു കാണും. അവൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ വേറെ വീട് മാറി താമസിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ? വാടക വീട് വരെ ഞാൻ എടുത്തതാണ്. നിങ്ങളല്ലേ രണ്ടുപേരും ചേർന്നല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 2 ആഴ്ചത്തെ സമയം അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവൾ ഇവിടുന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ വേണോ അവൾ വേണോ എന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയും. എനിക്കിതൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്. നീ രാത്രി എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നീ പിടിച്ച മുയലിൽ 3 കൊമ്പെന്ന് പറഞ്ഞാൽ നീ നിൽക്കുക. നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ പിന്നെ ആ ശിവശങ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അലീനെ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. നമ്മുടെ ചിന്നുമോളുടെ അഡോപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ. അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന സമയത്ത് അലീന പറയും, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു രേവതിക്കുട്ടി എന്ന് പറയും. അതെന്താ ചേച്ചി? ഒരു കാരണമുണ്ട് മോളെ, ഞാനത് പറയാമെന്നൊക്കെ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ആ സമയത്ത് പറയും, ഇവിടുത്തെ വിശേഷം സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ചേച്ചി. പിന്നെ ഞാൻ ചേച്ചി അത്യാവശ്യമായിട്ട് വിളിച്ചതിന് മറ്റൊരു കാര്യമുണ്ട്. ചിന്നുമോളുടെ കാര്യം പറയാനാന്ന് പറയും. ചിന്നുമോളുടെ എന്ത് കാര്യം? അവൾക്ക് എന്താ സുഖമില്ല? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ നന്നായിരിക്കുന്നു. അവളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൂട്ടർ വന്നായിരുന്നു. മാലിനി എന്നൊരു മേമ വന്നത്. അവരൊരു ആൺകുട്ടിയെ ദത്തെടുക്കുന്ന കാര്യം ഞാൻ വന്നത്. പക്ഷേ ചിന്നുമോളെ കണ്ടപ്പോൾ അവർക്ക് ചിന്നുകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവർക്ക് ചിന്നുമോളെ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദത്തെടുക്കാനാണ് ആഗ്രഹം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു
ഗാർഡിയൻഷിപ്പ് എങ്കിലും കൊടുക്കണമെന്ന് പറയും. അപ്പോഴേ അതിനൊന്നും അവർക്ക് ത്യാഗഭവനത്തിന് അങ്ങനെയൊന്നുമുള്ള അതോറിറ്റിയൊന്നും അവർക്കില്ല. നമ്മൾ പെർമിഷൻ ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ലെന്ന് പറയും. ചിന്നുമോളെ അവർക്ക് അഡോപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ 5 ലക്ഷം രൂപ ത്യാഗഭവന് കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് മദർ സുപ്പീരിയർ പറഞ്ഞ കാര്യം രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണല്ലോ. എന്താ ചേച്ചി 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ ചിന്നുമോളെ കൊടുക്കണമെന്ന് ചോദിക്കും. മോളെ 5 ലക്ഷം രൂപ തരുന്നതുകൊണ്ടല്ല, ഇപ്പം നിനക്ക് മാമച്ചനങ്കിളിനെയും ഗ്രേസമ്മ ആൻറ്റിയും കണക്ക് ഒരു പപ്പയും അമ്മയും കിട്ടിയില്ലേ, അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ചിന്നുമോൾക്കും നല്ലൊരു അച്ഛനെയും അമ്മയും കിട്ടിയാലോ. നമ്മൾ അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ചല്ലേ മോളെ എപ്പോഴും ആലോചിക്കേണ്ടത്. അവിടെ ആകുമ്പോൾ അവളൊരു ഓപ്പൺ എന്നൊരു രീതിയിൽ മാത്രമായി പോവും. ഇപ്പോൾ അവളെ അത് നല്ല ഏതെങ്കിലും കൂട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദത്തെടുക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു പപ്പായും അമ്മയും കിട്ടത്തില്ലെന്ന് ചോദിക്കും. അവരെങ്ങനെ ആൾക്കാരെക്കുറിച്ചൊക്കെ മദർ സുപ്പീരിയർ അന്വേഷിച്ചെന്ന് ചോദിക്കും. അന്വേഷിച്ച് ചേച്ചി, അവർ നല്ല ഫാമിലിയാണെന്നാണ് പറയുന്നത്. കോട്ടയത്തുള്ള ഏതോ റിച്ച് ഫാമിലിയാണെന്നൊക്കെ പറയുന്നതെന്ന് പറയും. നല്ലോണമൊക്കെ അന്വേഷിച്ചു, നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവരാണെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പം അലീന പറയും അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ചേച്ചിയുടെ തീരുമാനം അവളെ ദത്തെടുക്കാൻ സമ്മതിക്കുന്നു എന്ന് ചോദിക്കും. എന്തായാലും ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, കുറച്ച് ദിവസം കഴിയട്ടെ, അവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ. വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കും. ഞാനിപ്പോൾ ഇച്ചിരി തിരക്കിലാ മോളെന്ന് പറയും. ശരി, ഞാൻ മദർ സുപ്പീരിയർ വിളിക്കുമ്പോൾ സംസാരിക്കാം, ചേച്ചിയോടും കൂടി ആലോചിച്ചിട്ട് തീരുമാനം പറയാനാണ് പറഞ്ഞതെന്ന് പറയും. ഞാൻ പറയാം, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ശിവശങ്കരൻ നമ്മുടെ ശരണ്യയുടെ അച്ഛനെ വിളിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ പറയും എന്തായാലും ഒന്ന് വിളിച്ച് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ പ്രഭാകരനെ വിളിക്കുകയാണ്. പ്രഭാകരനെ വിളിക്കുന്ന സമയത്ത് സംസാരിക്കും. പക്ഷേ പ്രഭാകരൻ ആളാരാന്ന് കൊണ്ട് മനസ്സിലാവത്തില്ല. ആ സമയത്ത് പറയും എൻ്റെ പേര് ശിവശങ്കരൻ മേനോൻ, നിങ്ങളുടെ മകൾക്കൊരു ദുരന്തം ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ്, അത് ഇനി എത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ ഇനി അതിൻ്റെ ബാക്കിയാണ് പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ്, എനിക്ക് നിങ്ങളെ മനസ്സിലായെന്ന് ചോദിക്കും. അത് ഞാൻ നിങ്ങളുടെ മകൾ അകപ്പെട്ട കേസിൽ പ്രതിയായ ഹരിശങ്കറിൻ്റെ അച്ഛനാണെന്ന് പറയും. വൃത്തികെട്ടവൻ്റെ അച്ഛനാണോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാകരൻ വായി വരുന്ന വഴക്കുകൾ മൊത്തം അങ്ങ് പറയുകയാണ്. കാരണം പക്ഷെ അത്രത്തോളം അങ്ങ് ദേഷ്യം പിടിച്ചങ്ങ് വായി തോന്നിയൊക്കെ അങ്ങ് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ശിവശങ്കരൻ ഒന്നും മിണ്ടത്തില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാണ്, പക്ഷെ അവനെൻ്റെ മകനായി പോയി, അവനെ കൊന്നുകൂടായിരുന്നോളൂ തനിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശിവശങ്കരൻ ആലോചിക്കും. കാരണം അതായത് സ്വന്തം ശിവശങ്കരൻ്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു അപകടം വന്നിരുന്നുണ്ടെങ്കിൽ ഒരു അച്ഛൻ എങ്ങനെ പറയും, രഞ്ജിനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും അങ്കിൾ പ്രതികരിക്കുന്നത് എന്നുള്ള അതേ ചോദ്യം തന്നെയാണ് ശരണ്യയുടെ അച്ഛനും ശിവശങ്കരനോട് ചോദിക്കുന്നത്. തനിക്കും ഇല്ലയോട് ഒരു മകൾ, അവൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നുണ്ടെങ്കിൽ താൻ സഹിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും എല്ലാം തെറ്റ് തന്നെയാണ്, അവന് ജാമ്യം പോലും കോടതി നിശ്ചയിച്ചിരിക്കുകയാണ്, പക്ഷേ അവന് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അവൻ ഒരു തരത്തിൽ നിങ്ങളുടെ മകളെ സെക്ഷൽ അബ്യൂസിന് ശ്രമിച്ചിട്ടില്ല, അതവൻ തീർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അവനെ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾ മകളോടൊന്ന് പറയണമെന്ന് പറയും. എൻ്റെ മകളോട് ഞാൻ അവനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറയാൻ ഇല്ലടോ, അവന് എത്രത്തോളം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാവോ, വേണമെങ്കിൽ ബാലപീഡനത്തിന് വരെ ഞാൻ അവനെതിരെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും, ഇനി മേലെ താൻ എൻ്റെ ഫോൺ ചെയ്ത് പോരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അവർ ഭാര്യയും ഭർത്താവും കൂടി സംസാരിക്കുകയാണ്. അവൻ്റെ അച്ഛനാണ് വിളിച്ചത്. എന്തോ ചെയ്യാനാ, സ്വന്തം മക്കളിങ്ങനെ ഓരോത് കാണിച്ചു കൂട്ടി അച്ഛനും അമ്മയും ഇല്ലേ അനുഭവിക്കുന്നത്. ശരണ്യയുടെ അമ്മയും പറയും നമ്മുടെ മോള് കാരണം നമ്മളും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ എന്തെല്ലാം രീതിയിലാണ് നമ്മളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്, നമ്മുടെ വളർത്തുദോഷം കൊണ്ടാകുന്ന ഒരാൾക്കാർ മൊത്തം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇങ്ങനെ വിഷമിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീന രോഹിത്തുമായിട്ട് കോളേജിൽ പോയി പ്രിൻസിപ്പൽ അച്ഛനെ കാണുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രോഹിത്തിനെ കോളേജിലോട്ട് റീജോയിൻ ചെയ്യിപ്പിക്കണം, കാരണം നിന്ന് അവൻ്റെ സെമിസ്റ്റർ എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ കോളേജിൽ പോകാനായിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ആ സമയത്ത് ബബിതയും കൃഷ്ണയും കൂടി ചേർന്ന് അലീനയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്തും കൂടി ചേർന്ന് അവർ രണ്ടുപേരും കൂടി കോളേജിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശിവശങ്കരൻ്റെ വീട്ടിൽ ശിവശങ്കരൻ്റെ ഭാര്യ കമലയും കമലയുടെ ആങ്ങളയുണ്ട്. ആ കമലയുടെ ആങ്ങള ഒരു പൊളിറ്റിക്കൽ പ്രവർത്തകനാണ്. അങ്ങനെ സുഭാഷ് അയാളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് മറ്റൊരാളെയാണ് പറഞ്ഞു വിടുന്നത്, റിലേറ്റീവാണ് വരുന്നത്. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോക്സോ കേസ് എങ്ങനെയെങ്കിലും ഹരിയുടേത് ഒഴിവാക്കി കിട്ടണം, അല്ലെങ്കിൽ മാത്രമേ ജാമ്യം കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം ശിവശങ്കരൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രഭാകരനോട് സംസാരിക്കണം എന്നുള്ള കാര്യം കമലയുടെ റിലേറ്റീവിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പ്രഭാകരനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീന
രോഹിതിനെയും കൂട്ടിക്കൊണ്ട് കോളേജിലോട്ട് പോകാൻ ഇറങ്ങുന്നുണ്ട്. അത് കാണുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം നീയായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞതാണ്. അലീന അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നിനക്ക് തിരിച്ചു പിടിച്ച് തരാൻ ശ്രമിക്കുകയാണ്. ഇനിയെങ്കിലും നീ നേർവഴിക്ക് നടക്കാൻ ശ്രമിക്കണം. പലരും പലതും പറയും, അതൊന്നും നീ ചെവി കൊടുക്കരുത്. നിൻ്റെ ജീവിതമാണ്, നീയാണ് കൈവിട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മകനെ ഉപദേശിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. നന്ദി.